നമ്മുടെ 10ാം ക്ലാസ്സിലെ 3ാമത്തെ ചാപ്റ്ററാണ് കെമിക്കൽ മെസ്സേജസ് ഫോർ ഹോമിയോസ്റ്റാസിസ്. അതായത് സമസ്ഥിതിക്കായുള്ള രാസസന്ദേശം. എന്താണ് ഹോമിയോസ്റ്റാസിസ്? ഇന്റേണൽ ബാലൻസ് അല്ലേ, അല്ലെങ്കിൽ ആന്തര സമസ്ഥിതി. ആന്തര സമസ്ഥിതി നമ്മുടെ ശരീരത്തിൽ നിലനിർത്താൻ സഹായിക്കുന്ന ഒരു ബ്രെയിൻ പാർട്ടിനെ കുറിച്ച് നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിൽ പഠിച്ചിരുന്നു. ആരായിരുന്നു? ഹൈപ്പോതലാമസ് അല്ലേ. ഹൈപ്പോതലാമസിന്റെ കൂടെ തന്നെ ഹൈപ്പോതലാമസിന് നമ്മുടെ എല്ലാ ശരീരഭാഗങ്ങളിലും എത്തി എല്ലാ കാര്യങ്ങളെയും നിയന്ത്രിക്കാൻ കഴിയില്ല അല്ലേ. അപ്പൊ ഹൈപ്പോതലാമസിന്റെ കൂടെ തന്നെ ഓരോ ബോഡി പാർട്ടിലേക്കും നമ്മുടെ ശരീരത്തിന്റെ എല്ലാ ഭാഗങ്ങളിലേക്കും പോകുന്ന ചില രാസസന്ദേശവാഹകരുണ്ട്, കെമിക്കൽ മെസ്സഞ്ചേഴ്സ്. ആ കെമിക്കൽ മെസ്സഞ്ചേഴ്സ് ആണ് നമ്മുടെ ഹോർമോണുകൾ അല്ലെ. ഹോർമോണുകളെ പറ്റി നിങ്ങൾ കുറേ കേട്ടിട്ടുണ്ടാവും അല്ലെ. അപ്പൊ എന്താണ് ഈ ഹോർമോണുകൾ? ഏതൊക്കെ ഹോർമോണുകളാണ് നമ്മുടെ ശരീരത്തിൽ പ്രധാനപ്പെട്ടവ? അപ്പൊ അതിനെക്കുറിച്ചൊക്കെയാണ് നമ്മൾ ഈ 3ാമത്തെ ചാപ്റ്ററിൽ പഠിക്കുന്നത്. അപ്പം ഹോർമോണുകൾ അല്ലെ, ഹോർമോണുകളെ കുറിച്ച് നമ്മൾ പറഞ്ഞു തുടങ്ങുന്നതിന് മുമ്പ് നമ്മളൊരു സിസ്റ്റം കൂടെ പഠിക്കണം. നമ്മൾ കുറേ സിസ്റ്റം പഠിച്ചിട്ടുണ്ട് അല്ലേ, കുറേ അവയവ വ്യവസ്ഥകളെ കുറിച്ച് പഠിച്ചിട്ടുണ്ട്. ഏതൊക്കെയാണ്? രക്തപര്യന വ്യവസ്ഥ അല്ലെ, സർക്കുലേറ്ററി സിസ്റ്റം പഠിച്ചു, എക്സ്ക്രീറ്ററി സിസ്റ്റം പഠിച്ചു, ഡൈജസ്റ്റീവ് സിസ്റ്റം പഠിച്ചു. പിന്നെ ഈ ഫസ്റ്റ് ചാപ്റ്ററിൽ നമ്മൾ നെർവസ് സിസ്റ്റം പഠിച്ചു അല്ലെ, നാഡീ വ്യവസ്ഥ പഠിച്ചു. ഇങ്ങനെ കുറേ ഓർഗൻ സിസ്റ്റം, അവയവ വ്യവസ്ഥകളെ കുറിച്ച് നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഒരു പുതിയ സിസ്റ്റമാണ്, എൻഡോക്രൈൻ സിസ്റ്റം അല്ലെങ്കിൽ അന്തസ്രാവി വ്യവസ്ഥ. എന്താണ് ഈ എൻഡോക്രൈൻ സിസ്റ്റം? എൻഡോക്രൈൻ സിസ്റ്റം അല്ലെങ്കിൽ അന്തസ്രാവി വ്യവസ്ഥ. എൻഡോക്രൈൻ സിസ്റ്റം എന്ന് പറഞ്ഞാൽ ദ സിസ്റ്റം വിച്ച് കൺട്രോൾ ആൻഡ് റെഗുലേറ്റ് ഓൾ ബോഡി ആക്ടിവിറ്റീസ്. നമ്മുടെ ശരീരത്തിലെ പ്രവർത്തനങ്ങളെയും എല്ലാ പ്രവർത്തനങ്ങളെയും നിയന്ത്രിക്കുകയും ഏകോപിപ്പിക്കുകയും ചെയ്യുന്ന ഒരു സിസ്റ്റമാണ് നമ്മുടെ എൻഡോക്രൈൻ സിസ്റ്റം. ശാരീരിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുകയും ഏകോപിപ്പിക്കുകയും ചെയ്യുന്ന ഒരു വ്യവസ്ഥയാണ് അന്തസ്രാവി വ്യവസ്ഥ അല്ലെ. ദ സിസ്റ്റം വിച്ച് കൺട്രോൾ ആൻഡ് കോർഡിനേറ്റ് ഓൾ ബോഡി ആക്ടിവിറ്റീസ്, അതാണ് എൻഡോക്രൈൻ സിസ്റ്റം എന്ന് പറയുന്നത്. ഈ എൻഡോക്രൈൻ സിസ്റ്റത്തിൽ തന്നെ നമുക്ക് 2 ആൾക്കാരെ പറയാൻ പറ്റും മെയിനായിട്ട്. നമ്മുടെ എൻഡോക്രൈൻ ഗ്ലാൻസും അവ സെക്രീറ്റ് ചെയ്യുന്ന ഹോർമോൺസും അടങ്ങുന്നതാണ് നമ്മുടെ എൻഡോക്രൈൻ സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ അന്തസ്രാവി വ്യവസ്ഥയിൽ അന്തസ്രാവി ഗ്രന്ഥികളുമുണ്ട്, അവ സ്രവിക്കുന്ന ഹോർമോണുകളുമുണ്ട്. ഇത് രണ്ടും അടങ്ങുന്നതാണ് നമ്മുടെ എൻഡോക്രൈൻ സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പൊ എൻഡോക്രൈൻ ഗ്ലാൻസ് അല്ലെങ്കിൽ അന്തസ്രാവി ഗ്രന്ഥികൾ. എന്താണ് എൻഡോക്രൈൻ ഗ്ലാൻസിന്റെ പ്രത്യേകതകൾ? നമ്മൾ കുറേ ഗ്ലാൻസ് പഠിച്ചിട്ടുണ്ടാവും അല്ലേ. ഈ എൻഡോക്രൈൻ ഗ്ലാൻസിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവർ ഡക്റ്റിലസ് ഗ്ലാൻസ് ആണ്, അതായത് നാളീരഹിത ഗ്രന്ഥികളാണ്. ഓക്കെ. അപ്പൊ എൻഡോക്രൈൻ ഗ്ലാൻസ് സെക്രീറ്റ് ചെയ്യുന്ന സെക്രീഷൻസ്, സ്രവങ്ങളാണ് നമ്മുടെ ഹോർമോൺസ് എന്ന് പറയുന്നത്, ഹോർമോണുകൾ എന്ന് പറയുന്നത്. ഈ ഹോർമോണുകൾ എങ്ങനെയാണ് നമ്മുടെ ശരീരത്തിന്റെ പല ഭാഗങ്ങളിലേക്ക് എത്തുന്നത്? നമുക്കറിയാം, പല സെക്രീഷൻസ് എൻസൈംസിനെയൊക്കെ കൊണ്ടുപോകണമെങ്കിൽ അവിടെ പ്രത്യേക തരത്തിലുള്ള ഡക്റ്റുകളുണ്ട്. പക്ഷേ ഈ ഹോർമോണുകളുടെ പ്രത്യേകത, എൻഡോക്രൈൻ ഗ്ലാൻസ് സെക്രീറ്റ് ചെയ്യുന്ന ഹോർമോണുകളുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവയെ കൊണ്ടുപോകാൻ പ്രത്യേകിച്ച് കുഴലുകളില്ല, ഡക്റ്റുകളില്ല. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ ഗ്ലാൻഡിനെ എന്ത് വിളിക്കുന്നത്? ഡക്റ്റിലസ് ഗ്ലാൻസ് അല്ലെങ്കിൽ നാളീരഹിത ഗ്രന്ഥികൾ എന്ന് പറയും. അപ്പൊ എങ്ങനെയാണ് ഈ ഹോർമോൺ നമ്മുടെ ശരീരത്തിന്റെ എല്ലാ ഭാഗങ്ങളിലേക്ക് എത്തുന്നത്? എങ്ങനെയാണ് നമ്മുടെ ഹൈപ്പോതലാമസ് നമ്മുടെ ബോഡി ആക്ടിവിറ്റീസിനെ എല്ലാം കൺട്രോൾ ചെയ്യുന്നത്, റെഗുലേറ്റ് ചെയ്യുന്നത്? ഹോമിയോസ്റ്റാസിസ് അല്ലെങ്കിൽ ഇന്റേണൽ ബാലൻസ്, ആന്തര സമസ്ഥിതി നിലനിർത്തുന്നത്? അതെ, നമ്മളെ ഹോർമോണുകൾ നമ്മുടെ ശരീരത്തിന്റെ എല്ലാ ഭാഗങ്ങളിലേക്കും എത്തുന്നുണ്ട്. അത് എത്തുന്നത് നമ്മുടെ ബ്ലഡിലൂടെയാണ്. ഹോർമോൺസ് ആർ ട്രാൻസ്പോർട്ടഡ് ത്രൂ ബ്ലഡ് അല്ലെ, നമ്മുടെ രക്തത്തിലൂടെയാണ് ഹോർമോണുകൾ ശരീരത്തിന്റെ എല്ലാ ഭാഗങ്ങളിലേക്ക് എത്തുന്നത്. അപ്പൊ ഈ ഹോർമോണുകൾക്ക് എല്ലാ സ്ഥലത്തേക്ക് എത്തിക്കഴിഞ്ഞാൽ എല്ലാ സ്ഥലത്തും എല്ലാ ഹോർമോണുകൾ ആവശ്യമുണ്ടോ? ഓരോ ഹോർമോണിനും ഓരോ റോളല്ലേ. അപ്പൊ ഈ ഹോർമോണുകൾ ആവശ്യമില്ലാത്തടത്തൊക്കെ പോയി പ്രവർത്തിച്ചാലോ? രക്തമല്ലേ, ബ്ലഡ് അല്ലേ, ബ്ലഡ് നമ്മുടെ ഓൾ ഓവർ ദ ബോഡി ബ്ലഡ് ഇങ്ങനെ ഫ്ലോ ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. അപ്പൊ ഈ ഹോർമോണുകൾ എല്ലായിടത്തും എത്തുന്നത് ശരിയാണോ? അപ്പൊ നമ്മുടെ പ്രവർത്തനങ്ങളൊക്കെ തടസ്സപ്പെടില്ലേ? ഇങ്ങനെയപ്പോൾ ഹോമിയോസ്റ്റാസിസ് മെയിൻറ്റെയിൻ ചെയ്യപ്പെടുക? അതാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. നമ്മൾ ഓൾറെഡി പറഞ്ഞു, എൻഡോക്രൈൻ ഗ്ലാൻസ് എന്ന് പറയുന്നത് ഡക്റ്റിലസ് ഗ്ലാൻസ് ആണ്. എൻഡോക്രൈൻ ഗ്ലാൻസ് അല്ലെങ്കിൽ അന്തസ്രാവി ഗ്രന്ഥികൾ നാളീരഹിത ഗ്രന്ഥികളാണ്. അവ സ്രവിക്കുന്ന
ഹോർമോണുകൾ അല്ലെ, അവ എൻഡോക്രൈൻ ഗ്ലാൻസ് സെക്രീറ്റ് ചെയ്യുന്ന ഹോർമോണുകൾ രക്തത്തിലൂടെയാണ് ശരീരത്തിന്റെ എല്ലാ ഭാഗങ്ങളിലേക്കും എത്തുന്നതെന്ന് പറഞ്ഞു. അപ്പൊ അതെങ്ങനെയാണ് ഓരോ പ്രത്യേക കോശങ്ങളിൽ പോയിട്ട് പ്രവർത്തിക്കുന്നത്, അതല്ലേ നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ ഇതിപ്പോ നമ്മളെ ഹോർമോൺ ആണെങ്കിൽ ഈ ഹോർമോൺ ബ്ലഡിലൂടെ നമ്മുടെ ശരീരത്തിന്റെ എല്ലാ ഭാഗങ്ങളിലേക്കും എത്തുന്നു അല്ലെ. അപ്പൊ ഇവിടെ ഒരുപാട് കോശങ്ങൾ ഉണ്ടാവും പോകുന്ന വഴിക്ക് അല്ലെ. നമ്മൾ വീട്ടിൽ നിന്ന് വരുന്ന വഴിക്ക് കുറേ വീടുകൾ കാണാം, കുറേ സ്കൂളുകൾ കാണാം, കുറേ ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ കാണാം. അവിടെയെല്ലാം നമ്മൾ കയറുമോ? എല്ലായിടത്തും നമ്മളെ കയറ്റില്ലല്ലോ അല്ലെ. നമ്മളിപ്പം വരുന്ന വഴിക്ക് വിചാരിക്കുക, എന്നും ഈ സ്കൂളിലല്ലേ പോകുന്നത്, ഇന്നൊരു വെറൈറ്റിക്ക് ആദ്യം കാണുന്ന സ്കൂളിലേക്ക് കയറാമെന്ന് കരുതിയാൽ നമ്മളിവിടെ ഒരു കയറ്റുമോ? ഇല്ല അല്ലേ. നമ്മുടെ യൂണിഫോം കാണുമ്പം തന്നെ എല്ലാവരും പറയും അല്ലെ, ഇവർ ഈ സ്കൂളിലെ കുട്ടിയല്ല അല്ലേ. അതുപോലെ തന്നെ നമുക്ക് ആ സ്കൂളിലെ രജിസ്റ്ററിൽ നമ്മുടെ പേരില്ല, നമ്മളെ ആരും അങ്ങോട്ട് അലോ ചെയ്യില്ല. അതുപോലെ തന്നെ നമ്മുടെ ഹോർമോണും നമ്മുടെ ബ്ലഡിലൂടെ ഇങ്ങനെ ഒഴുകി അല്ലെ, ബ്ലഡ് ഇങ്ങനെ ഒഴുകി നമ്മുടെ ശരീരത്തിന്റെ എല്ലാ ഭാഗങ്ങളിലേക്ക് എത്തുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ ഹോർമോണും ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക അല്ലെ. പോകുന്ന വഴിക്ക് ഇങ്ങനെ ഒരുപാട് സെല്ലുകൾ കാണും അല്ലെ. ആ സെല്ലിലെല്ലാം റിസപ്റ്റേഴ്സ് ഉണ്ട്. റിസപ്റ്റേഴ്സ് എന്താ? ഗ്രാഹികള്. നമ്മുടെ ഹോർമോണിനെ റിസീവ് ചെയ്യാൻ കാത്തു നിൽക്കുന്ന ആൾക്കാരാണ് റിസപ്റ്റേഴ്സ്. ഓരോ സെല്ലിലും ആ സെല്ലിന്റെ മെംബ്രെയിനിൽ റിസപ്റ്റേഴ്സ് ഉണ്ട്. അപ്പൊ ഇത് നമ്മുടെ ഹോർമോൺ ആണെന്ന് നിങ്ങൾ സങ്കല്പിക്കുക. അപ്പൊ നമ്മുടെ ഫസ്റ്റ് സെല്ലിലെത്തി. ഫസ്റ്റ് സെല്ലിൽ ഒരു റിസപ്റ്റർ ഉണ്ട്. ആ റിസപ്റ്ററിലേക്ക് നമ്മുടെ ഹോർമോൺ വരാൻ നോക്കുന്നു. പക്ഷെ ഇവിടെ ഫിറ്റ് ആവുന്നുണ്ടോ? ഫിറ്റ് ആവുന്നില്ല അല്ലേ. അപ്പൊ ഇതല്ല നമ്മുടെ സെല്ല് അല്ലേ. അപ്പൊ നമ്മുടെ ഹോർമോണിനെ പ്രവർത്തിക്കാൻ കഴിയുന്ന സെല്ലിനെ, കോശങ്ങളെ നമ്മൾ വിളിക്കുന്ന പേരാണ് ടാർഗറ്റ് സെൽ അല്ലെങ്കിൽ ലക്ഷ്യകോശങ്ങൾ. അപ്പൊ ഇത് നമ്മുടെ ടാർഗറ്റ് സെല്ലാണോ? ലക്ഷ്യകോശമാണോ? അല്ല, നമ്മൾ റിജക്റ്റ് ചെയ്തു. പിന്നെയും നമ്മുടെ ഹോർമോൺ ഒഴുകി വരികയാണ് അല്ലെ, രക്തത്തിലൂടെ വരികയാണ്. ദെൻ രണ്ടാമത്തെ സെല്ലിലെത്തി. ഇവിടെ നമ്മൾ ഫിറ്റ് ആവുമോ? ഇവിടുത്തെ റിസപ്റ്ററിൽ നമ്മൾ ഫിറ്റ് ആവുമോ? ഇല്ല, അവിടെയും നമ്മൾ റിജക്റ്റ് ചെയ്യപ്പെട്ടു. നമ്മുടെ സ്ഥലമല്ല അല്ലെ. പിന്നെയും ഇവർ പോയിക്കൊണ്ടേയിരിക്കുന്നു, അടുത്ത സെല്ലിലെത്തുന്നു അല്ലെ. അപ്പൊ അടുത്ത സെല്ലിലെ റിസപ്റ്ററിൽ വന്ന് നിൽക്കുന്നു. ഇവിടെ നമ്മൾ ഫിറ്റായി അല്ലേ. ഓക്കെ, അപ്പൊ നമ്മുടെ ഹോർമോൺ അതിൻ്റെ റിസപ്റ്ററിൽ എത്തിയിരിക്കുന്നു അല്ലെ. അതിൻ്റെ ലക്ഷ്യകോശം അല്ലെങ്കിൽ ടാർഗറ്റ് സെല്ലിലുള്ള റിസപ്റ്റർ അല്ലെങ്കിൽ ഗ്രാഹിയിൽ എത്തിയിരിക്കുന്നു. ഇവിടെ എന്ത് ചെയ്യുന്നു? നമ്മുടെ ഈ ഹോർമോണും ഈ റിസപ്റ്ററും കൂടെ ചേർന്ന് ഒരു ഹോർമോൺ റിസപ്റ്റർ കോംപ്ലക്സ്, അതായത് ഹോർമോൺ ഗ്രാഹി സംയുക്തം അവിടെ രൂപപ്പെടുന്നു. നമ്മുടെ ലക്ഷ്യകോശങ്ങളിൽ എത്തുന്ന ടാർഗറ്റ് സെല്ലിൽ എത്തുന്ന ഹോർമോൺ ആ കോശങ്ങളിലെ റിസപ്റ്ററുമായി ഗ്രാഹിയുമായി ചേർന്ന് ഹോർമോൺ റിസപ്റ്റർ കോംപ്ലക്സ് ഫോം ചെയ്യുന്നു. ഹോർമോൺ അതത് ലക്ഷ്യകോശങ്ങളിൽ ടാർഗറ്റ് സെല്ലിലെ റിസപ്റ്റർ അതായത് ഗ്രാഹികളിൽ ചേർന്ന് ഹോർമോണും ഗ്രാഹിയും ചേർന്ന് എന്ത് രൂപപ്പെടുന്നു? ഹോർമോൺ റിസപ്റ്റർ കോംപ്ലക്സ് അല്ലെങ്കിൽ ഹോർമോൺ ഗ്രാഹി സംയുക്തം അവിടെ രൂപപ്പെടുന്നു. ഹോർമോൺ ബൈൻഡ്സ് ടു റിസപ്റ്റർ ആൻഡ് ഫോം ഹോർമോൺ റിസപ്റ്റർ കോംപ്ലക്സ്. ഈ ഹോർമോൺ റിസപ്റ്റർ കോംപ്ലക്സ്, ഹോർമോൺ ഗ്രാഹി സംയുക്തം അവിടെ രൂപപ്പെട്ട് കഴിഞ്ഞാൽ നമ്മുടെ കോശത്തിനുള്ളിൽ കുറച്ച് മാറ്റങ്ങളൊക്കെ നടക്കും. അപ്പം നിങ്ങൾ എൻസൈംസിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ട് അല്ലേ. എൻസൈംസ് അല്ലെങ്കിൽ രാസാഗ്നികൾ. അപ്പോൾ ഈ ഹോർമോൺ റിസപ്റ്റർ കോംപ്ലക്സ്, ഹോർമോൺ ഗ്രാഹി സംയുക്തം അവിടെ രൂപപ്പെട്ട് കഴിഞ്ഞാൽ നമ്മുടെ എൻസൈംസ്, ഉറങ്ങിക്കിടക്കുന്ന നമ്മുടെ എൻസൈം രാസാഗ്നികൾ ആക്ടിവേറ്റഡ് ആവും. എൻസൈംസ് ആർ ആക്ടിവേറ്റഡ്. രാസാഗ്നികൾ പ്രവർത്തനക്ഷമമാകുന്നു, ഒരു ആക്റ്റീവ് ആകുന്നു. അപ്പം എന്ത് ചെയ്യും? നമ്മുടെ കോശങ്ങളിൽ മാറ്റങ്ങൾ വരും. ചേഞ്ചസ് ഇൻ സെല്ലുലാർ ആക്ടിവിറ്റീസ്. ഇങ്ങനെയാണ് നമ്മുടെ ഹോർമോണുകൾ അവരുടെ ലക്ഷ്യകോശങ്ങളിൽ അല്ലെങ്കിൽ അവരുടെ ടാർഗറ്റ് സെല്ലിലേക്ക് എത്തുന്നതും പ്രവർത്തിക്കുന്നതും. ഓക്കെ, അപ്പോൾ ഏതൊക്കെയാണ് നമ്മുടെ ഇമ്പോർട്ടൻറ്റ് ഹോർമോൺസ്? അപ്പോൾ ആ ഹോർമോൺ ഓരോന്നായിട്ടാണ് അടുത്തടുത്ത ക്ലാസ്സുകളിൽ നമ്മൾ പരിചയപ്പെടുന്നത്. ഓക്കെ, താങ്ക് യു.